ഹലോ ഗൈസ്, ഞാൻ നിങ്ങളൊരു പെർഫ്യൂം പരിചയപ്പെടുത്താം. ആക്ച്വലി ഒരു 3 റീസൺ ഉണ്ട് ഇത് വാങ്ങാനായിട്ട്. അതിലൊന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും ഒരു യാത്ര പോകണമെന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായാലും ഒരു പെർഫ്യൂം മേടിക്കണം. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു സൈഡായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്ന് മൈൻഡിൽ നിൽക്കുന്ന സമയത്താണ് ഇവരുടെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത്. അപ്പോൾ ആക്ച്വലി ഇതാണ് ഇവരുടെ പ്രൊഡക്റ്റ്. 24 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം എന്താ പറയുക, ഇത് ഒരു ന്യൂലി ആയിട്ടുള്ള ഐറ്റം ഒന്നുമില്ല. ഇത് ചിലർക്ക് അറിയാം ഇതിൻ്റെ സ്മെല്ല്, ചിലർക്ക് ഇത് അറിയത്തില്ല. എന്തായാലും ഇത് വാങ്ങുന്നവർക്ക് ഒരിക്കലും നിരാശ എന്ന് പറയുന്ന സാധനമില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ഇത് കൊള്ളാം കേട്ടോ. കാരണം നല്ല മാർബിൾ പോലെ ഇരിക്കും ഇതിൻ്റെ എന്താ പറയുക സർഫസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ അടിച്ചിട്ട് ഇപ്പോൾ വരെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ പേര് പോലെ 24 മണിക്കൂറും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടെങ്കിൽ അത് ഞാൻ കമൻറ്റിൽ നിങ്ങൾ എന്തായാലും ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 73 ദിർഹംസാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്. പിന്നെ ഇതാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇത് വാങ്ങാനായിട്ട് പോയെന്ന് പറഞ്ഞാൽ ഷാർജയിലാണ്. അപ്പോൾ അതാണ് ഞാൻ ഒരു യാത്ര എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടെ പാക്കേജായിട്ട് എനിക്കിത് വന്നു. കാരണം എനിക്ക് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ 2 ഡബിൾ ബസ്സില്ലേ, ഡബിൾ ഡെക്കർ നടക്കുന്ന ബസ്, അതിലൊന്ന് പോകുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോകാൻ സാധിച്ചു. പിന്നെ എനിക്കൊന്ന് ഇവിടെ നിന്ന് യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഷാർജ വരെ പോകാനായിട്ട് 12 ദിർഹംസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ എന്താ പറയുക, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂണിയനിൽ നിന്നും ഷാർജയിലോട്ട് പോകുന്നതാണെങ്കിലും ഷാർജയിൽ നിന്ന് യൂണിയനിലോട്ട് വരാനാണെങ്കിലും 12 ദിർഹംസ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ യാത്രയും കാര്യങ്ങളൊക്കെ. ഏറ്റവും ടോപ്പ് പോയിട്ട് ഫ്രണ്ട് ഇരുന്ന് കാണാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ആ വിഷ്വൽസും കാര്യങ്ങളാണ് നിങ്ങൾ ഇനി വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതൊന്നും ചെയ്യാതിരിക്കേണ്ട. ഓക്കെ, അപ്പോൾ ശരി. ഇപ്പം സത്യം പറഞ്ഞാൽ ഏകദേശം പെട്ടു. കാരണം ഷാർജ റോളയിൽ ഇത് വണ്ടി പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ബസ് കയറിയപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ദുബായ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്, ഷാർജയിൽ. പിന്നെ ഇനി എനിക്ക് ഇവിടെ നിന്ന് വീണ്ടും ബാക്കിലോട്ട് പോകണമെന്നാണ് അവർ പറയുന്നത്. ഇനി എത്രത്തോളം നടക്കണമെന്നൊന്നും എനിക്കറിയാം. നല്ല വെയിലുണ്ട്, തണുപ്പൊക്കെ മാറി. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പെട്ടു. ഈ ഏരിയയിൽ മൊത്തത്തിൽ ഞാൻ പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണോ ഒരു പിടുത്തമില്ല. എന്തായാലും നടന്നു നോക്കട്ടെ. എൻ്റെ പോലെ തന്നെ പെട്ടുപോയ ഒരാളാണ് ഇയാൾ. സത്യം പറഞ്ഞാൽ വീണ്ടും പെട്ടു. ഇപ്പം അടുത്ത ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. പക്ഷേ ഇത് 2 ദിർഹംസേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒന്ന് കയറണം എന്ന് തോന്നുന്നു, എനിക്കറിയാം. എന്നാലും അങ്ങോട്ട് പോകണ കാഴ്ച പോകണം നമുക്ക് കാണിക്കാം. ഓക്കെ, ഇവിടെ ഇതുപോലത്തെ ഒരു ബസ്സിലാണ് കയറിയിരിക്കുന്നത്. അടിപൊളി, നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളും. എന്തായാലും അടിപൊളി, ഒരു രക്ഷയില്ല. ഇരുന്ന സൈഡൊക്കെ ഇങ്ങനെ കണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫൈനലി ഇവിടെ എത്തി. അവരെ വിളിച്ചപ്പോഴത്തേക്കും എനിക്കൊന്നും നല്ല ഉറക്കത്തിലായിരുന്നു എന്നറിയാൻ വയ്യ. എന്താ തൊണ്ടക്കെട്ടി ഇടറി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നും ഉറക്കത്തിലാണെന്ന് അറിയാൻ വയ്യ. ഞാൻ പറഞ്ഞു ഇവിടെ എത്തി. അപ്പോൾ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിൻ്റെ അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഒരു പാർക്കാണ് കേട്ടോ, പാർക്കാണ്. അപ്പം അതിൻ്റെ വീഡിയോസ് കാണിച്ചു തരാം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് കണ്ടുപിടിക്കണം. അതൊന്ന് കണ്ടുപിടിച്ചിട്ട് വേണം അങ്ങോട്ട് പോയി നിൽക്കാൻ. അപ്പോഴേക്കും അവർ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കൃഷ്ണ ചെറിയൊരു പണി പാളിയെന്നൊരു സംഭവം. അവർ ഫിഷ് മാർക്കറ്റ് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ തിരക്കിയപ്പോഴത്തേക്കും ഞാൻ നേരത്തെ നിന്ന് ഒരു സ്റ്റോപ്പില്ലേ, ദുബായ് അതിൻ്റെ പേരെന്താണ്, ജുബൈബ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. വീണ്ടും പേര് തെറ്റി. അപ്പോൾ ആ സ്റ്റേഷനിൻ്റെ തൊട്ടടുത്താണെന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ നിന്നാണ് ഇപ്പം ഇങ്ങ് വന്നത്. അപ്പോൾ വീണ്ടും അവിടെ ചെല്ലാനാണ് പലരും പറയുന്നത്. ഇനി ഇവിടെ എവിടെയെങ്കിലും ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ടോ ഇല്ലെന്ന് ഒരു പിടുത്തവുമില്ല. സത്യം പറഞ്ഞാൽ ടോട്ടലി ഞാൻ പെട്ടു. ഇവിടെ ആക്ച്വലി ഇതേപോലത്തെ ഒരു ചെറിയ സബ് ഉണ്ട് കേട്ടോ. സബ് കണ്ടു. ഞാൻ ഇപ്പോൾ ഇതേ കണക്കത്തെ ഒരു ചെറിയ ഇടവഴിയുണ്ട് കേട്ടോ. പറഞ്ഞത് ഇതെന്തോടെ ഇവിടെ ഇരിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. സത്യം പറയാലോ, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. വേറൊന്നുമല്ല, കട്ട വെയിലാണ്. മേലെ അട്ടിക്കുന്നുണ്ട, കട്ട വെയിൽ.
പറഞ്ഞാൽ ഈ പെറ്റ്സൊക്കെ വളർത്തുന്നവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും കേട്ടോ. അപ്പം എനിക്ക് കൊള്ളാം ഇവിടെ. ഇതാണോ ഫിഷ് മാർക്കറ്റ് എന്നാണ് എൻ്റെ ഡൗട്ട്. കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇതാണോ എന്ന് എനിക്കറിയാൻ കഴിയ. ഇതൊരു പെറ്റ് ഷോപ്പാണ് കേട്ടോ. നോക്ക് എടാ തങ്കു. യമണ്ട കാര്യം ഞാൻ കാണിച്ചു തരട്ടോ. സത്യം പറഞ്ഞാൽ ഞെട്ടും നിങ്ങൾ എല്ലാവരും. കാണിച്ചു തരട്ടെ, ഇപ്പൊ കാണിച്ചു തരാം. നോക്ക് മയില്. എൻ്റെ മോന് ഒരു രക്ഷയില്ലാട്ടോ. നോക്ക് അടിയിൽ. ആക്ച്വലി ഇത് ആണാണ് കേട്ടോ. ആണ്ടാ പീലിയൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ട് കയറി ഇവര് വിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് എത്ര നാളായി ഇതിൻ്റെ അകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്? സത്യം പറഞ്ഞാൽ 3000 ദിറംസിന്റെ മുതലാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ മോനെ ഇരിക്കുന്നത് ഒരു ഗോസ്റ്റ് അല്ലേ? ഒരു ഗോസ്റ്റ് നോക്ക്. പാമ്പൊക്കെ നിൽക്കുന്നുണ്ട്. അറ്റാക്കിയുണ്ടോ? സത്യം പറഞ്ഞു എൻ്റെ മോനെ 50 വർഷത്തിൻ്റെ മുതലാണ് ഇരിക്കുന്നത്. 50 വർഷത്തിൻ്റെ മുതൽ. ഒരു രക്ഷയില്ല. ഈ ഇരിക്കുന്നുണ്ടോ? ഇതൊക്കെ ഭയങ്കര കട്ടിയാണ്. ഒരു രക്ഷയില്ലാത്ത കട്ടി ഇരിക്കുന്നുണ്ട്. ആരെന്ന് മനസ്സിലായ? എവിടെയാണ് എന്തെങ്കിലും ഇവരാരും മനസ്സിലായ? സത്യം പറയാലോ ഒരു രക്ഷയില്ല. എല്ലാം കിട്ടില്ല സംഭവങ്ങള്. ഇവിടെയൊക്കെ ഓരോ അമ്മയുടെ ഒക്കെ റേറ്റ് 5000 ദിറംസ്, മയിലിന് 1000 ദിറംസ്. പിന്നെ നമ്മളെ മറ്റേ ആ ഒരു നമ്മളെ ഫാൽക്കൺ എന്ന് വെച്ചാൽ നമ്മളെ പരുന്തിനൊക്കെ 3000 ദിറംസ് ഉണ്ട്, 3500 ഉണ്ട്. പലതിനും പിന്നെ പലതിനും നമുക്ക് എന്ത് ചെയ്യാം, വിലപേശാൻ ബാർഗെയിൻ ചെയ്ത് നമുക്ക് മേടിക്കാൻ പറ്റും. എന്തായാലും ഇവിടെ ഒരു രക്ഷയില്ല. പിന്നെ ആ പട്ടികളുടെയൊക്കെ അടുത്ത് പോയി പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നല്ല മുടിഞ്ഞ നാറ്റവും സ്മെല്ലെന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. കാരണം ഇങ്ങനെയുള്ള സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് നമ്മളത് മനസ്സിലാക്കണം. മറ്റേ നമ്മുടെ എന്ത് പറയാം, പണ്ടൊരു പഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ നടുക്കടലിൽ ചെന്നാലും നടുക്കഷ്ണം തിന്നണം എന്ന് പറയുന്ന അതേ കൺസെപ്റ്റാണ്. അപ്പം ബാക്കി ഇവിടെ ഇരിക്കാൻ നമുക്കിപ്പോൾ പീസായിട്ട് വന്നിരിക്കണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഈ കിളികളുടെ ശബ്ദം കലകലാന്ന് കേൾക്കും. അത് എൻജോയ് ചെയ്യുന്നവർക്ക് അത് പറ്റും. അല്ലാത്തവർ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആയിട്ട് നോക്കും, ഇറിറ്റേഷൻസ് ആയിട്ട് തോന്നും. എനിക്കിപ്പോൾ ഇറിറ്റേഷൻസ് അല്ല, നമ്മളെ മൈൻഡ് കുറച്ചുകൂടെ ഓക്കെ ആവും. ഈ കിളികളുടെ കിളി ലവ് ബേർഡ്സിൻ്റെ സൗണ്ടില്ലേ, അതാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. പിന്നെ അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞ് വരുമ്പോൾ ബാക്കി വീഡിയോസ് നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പം അവരിവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈമാണ് കാണാൻ വേണ്ടി നിൽക്കുന്നത്. ഹായ്, ഇത് മോനാണെന്ന് തോന്നിട്ട്. മകനാണോ? ഓക്കെ, പേരെന്താ? എത്ര പഠിക്കുക? എന്താ മനസ്സിലായോ? അപ്പം ഫൈനലി അപ്പം അത് കയ്യിൽ നിന്ന് തന്നെ വാങ്ങുകയാണ്. ഓക്കെ, ഇതാണ് സംഭവം. ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു. ഫൈനലി അവർ വന്ന് കണ്ടു, ഫാമിലി ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം. പ്രൊഡക്റ്റ് വന്നു, ഇതാണ് പ്രൊഡക്റ്റ്. പിന്നെ അവരുടെ തന്നെ പുതിയ അടുത്ത എന്താ പറയുക വരാൻ പോകുന്ന പെർഫ്യൂംസിൻ്റെ ഒരു ചെറിയ സാമ്പിളും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ സാമ്പിള്. അപ്പം അതും ഞാൻ എന്ത് ചെയ്യുന്നു നോക്കി. സംഭവം കൊള്ളാം. എന്ന് വെച്ചാൽ നമ്മളുടെ ചിലർക്കറിയാം, ചിലർക്കറിയില്ല. അപ്പോൾ എന്താ പറയുക, അത് നിങ്ങൾ തന്നെ യൂസ് ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങളൊരിക്കലും എന്താ പറയുക നിരാശരാക്കില്ല. നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ സാധാരണ പറഞ്ഞേക്കുന്നൊരു സംഭവമാണ്, ഏതൊരു പുരുഷൻ്റെ വിജയത്തിലും ഒരു ചെറിയ പങ്ക് സ്ത്രീയുടെ ഉണ്ടായിരിക്കും അല്ലേ, നമ്മളൊരു പങ്കാളിയുടെ കാണും എന്ന് പറയുന്ന അതേ സ്കീമാണ് ഇവിടെയും. ഈ ഒരു സ്ത്രീക്കും ഇവരുടെ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് ഇപ്പോൾ പോകുന്ന ഈ യാത്രയിൽ പാർട്ട്ണറിൻ്റെ ഒരു വലിയൊരു ഹെൽപ്പിങ് കൂടെ ഉണ്ട്. എന്തായാലും വളരെ സന്തോഷം. എന്താ പറയുക, മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒരു പ്രൊഡക്റ്റ് ഒരു പീസെങ്കിലും ഇതേപോലെ ഒരെണ്ണം വാങ്ങുക, അവരെ ഹെൽപ്പ് ചെയ്യുക. എന്താ പറയുക, പേഴ്സണലി എനിക്ക് അവരെ അറിഞ്ഞുകൂടെങ്കിലും നമ്മളെന്താ പറയുക, നമ്മൾ കാണുന്നവരെ
നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഹെൽപ്പിങ് അല്ല, ആക്ച്വലി ഇതൊരു എന്താ പറയുക, സപ്പോർട്ടാണ്. മനസ്സിലായല്ലേ? കാരണം ഇതിലൂടെ അവർ നാളെ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, അഭിമാനിക്കാം. കാരണം നിങ്ങളുടെ കൂടെ ഒരു ചെറിയ സപ്പോർട്ട് അവർക്ക് കിട്ടിയിരുന്നു എന്ന് നിങ്ങൾക്കും എന്ത് ചെയ്യാം, മനസ്സിൽ നമ്മളൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യത്തില്ല. സെയിം അത്രേ ഉള്ളൂ.